ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ബദാം വെച്ച് ഞാനൊരു കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടി ഇത് മേലെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ബദാം മുറിച്ച് വെച്ച് ഇത് പൊടിച്ചെടുക്കണം. ഈ ബദാമാണ് ഇതിൽ ഞാൻ ചേർക്കുന്നത്. വേറെയുള്ള ഒന്നും ചേർക്കുന്നില്ല. സൺഫ്ലവർ ഓയിൽ, മൈദ, പഞ്ചസാര. ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ്സാണ് പൊടിയെടുക്കുന്നത്. അപ്പോൾ 1.5 ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ വാനില എസൻസ് വേണം, ബേക്കിംഗ് സോഡ വേണം. ഇതാ പഞ്ചസാര പൊടിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ്. അത് പൊടിച്ച് കൊണ്ടുവരണം. ഏലക്ക ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ, എല്ലാം കൂടി പൊടിച്ച്. പിന്നെ ഒരു നുള്ളി ഉപ്പ്, ബേക്കിംഗ് സോഡ, ഇതെല്ലാം ചേർത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ 2 ഗ്ലാസ് പൊടി നമുക്ക് അരിച്ചെടുക്കണം. അതിലിടക്ക് ഞാൻ പഞ്ചസാര പൊടിച്ചിട്ട് വേഗം എടുത്തിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഞാൻ പഞ്ചസാര പൊടിച്ചു കൊണ്ടിട്ടുണ്ട്. 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇതാ 3 മുട്ട എടുത്തിട്ടുണ്ട്. അത് ഉടച്ചിട്ട് ആക്കണം. പഞ്ചസാര ഇതാ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൈദപ്പൊടി അരിച്ചെടുക്കാം. അരിച്ചെടുത്തിട്ടാണ് ഇതാക്കേണ്ടത്. ഗ്ലാസ്സിന് ഞാൻ അളന്നിട്ട് എടുക്കട്ടെ. ഒരു ഗ്ലാസ് എടുത്തു. അടുത്ത ഒരു ഗ്ലാസും കൂടി. അപ്പം 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് കുറച്ച് ഉപ്പ്, ബേക്കിംഗ് സോഡയെല്ലാം ഇട്ട് അരിച്ചെടുക്കണം. അരിച്ചെടുക്കുന്ന കൂട്ടത്തിലാണ് അതെല്ലാം. ഒരു നുള്ളു ഉപ്പ് ഈ കൂട്ടത്തിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പ്. ഇനി ബേക്കിംഗ് സോഡ എടുക്കട്ടെ. ഇപ്പോൾ കുറച്ച് ബേക്കിംഗ് സോഡ ഇടുന്നുണ്ട്. കുറച്ച് ബേക്കിംഗ് സോഡ. ഓക്കെ, ബാക്കി ഇത് ഇതിലിട്ട് അരച്ച് വെക്കാം. പിന്നെ പഞ്ചസാര കാരമലിയായിട്ട് കുറച്ച് ഇടി എടുത്ത് വെച്ചിട്ടുണ്ടേ, പഞ്ചസാര. ഇതാ, അപ്പോൾ അതുകൊണ്ടില്ല, കളറിന് വേണ്ടിയിട്ട്. കേക്കിൽ വെള്ള പോലെ ഉണ്ടാവില്ലേ. അപ്പം ഞാനിത് അരിച്ചെടുക്കട്ടെ. അരിച്ചെടുത്തു. ഇനി നമുക്ക് മുട്ട ഉടച്ചിട്ട് ഒഴിക്കണം. സൺഫ്ലവർ ഓയിൽ, മുട്ടയെല്ലാം ഉടച്ച് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ മുട്ട ഉടച്ചിട്ട് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. എന്നിട്ട് ഞാൻ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. 3 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2, ഒന്നും കൂടിയുണ്ട്. ഒന്നും കൂടി. ആദ്യം മുട്ട കഴിച്ചിട്ട് വരാം, എന്നിട്ട് സൺഫ്ലവർ ഓയിലിലേക്ക് ഒഴിക്കുക. എന്നിട്ട് അടിക്കും. അപ്പോൾ ഈ മുട്ടേൻ്റെ സ്മെല്ല് വരാണ്ടിരിക്കാൻ ഞാൻ വാനില എസൻസ് ഉണ്ടല്ലോ, അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വാനില ഇതാ കണ്ടല്ലോ, വാനില. ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇതൊന്ന് ആദ്യം അടിച്ചെടുത്തിട്ട് വരുന്നേ. കറണ്ട് പോയി ഗൈസ്. അപ്പോൾ ഞാൻ ഇതാ സൺഫ്ലവർ ഓയിൽ ഈ ഗ്ലാസ്സിൽ അളന്നൊഴിക്കുന്നുണ്ട്. 1 ഗ്ലാസ്സാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതാ കണ്ടല്ലോ, മുട്ടേൻ്റെ കൂട്ടത്തിൽ ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
ഇത് നല്ലോണം ഇതിൽ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ആദ്യം ഒന്ന് സൺഫ്ലവർ ഓയിലും എടുത്തിട്ട് ഒന്ന് അടിക്കും, എന്നിട്ട് പിന്നെ പഞ്ചസാര ഇട്ട് അടിച്ചിട്ട് വരാം. അപ്പോൾ ഇനി പഞ്ചസാര ഇതാ ഇട്ടിട്ടൊന്ന് അടിച്ചിട്ട് വരുന്നേ. സൺഫ്ലവർ ഓയിൽ എടുത്തിട്ട് അടിച്ച്. അപ്പോൾ ഞാനിത് അതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്യട്ടെ. പൊടിയെല്ലാം മിക്സ് ചെയ്തു. ഇനി ഇതിനെ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാറുണ്ട്, നന്നായിട്ട് വെച്ചിട്ട് വേണ്ട. സാവധാനം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ഒഴിച്ചു കൊടുക്കട്ടെ. അപ്പം എല്ലാം ഒഴിച്ച് കയ്യിനെ കൊണ്ട് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. വേറെ സ്പൂണിനെ കൊണ്ടെല്ലാം ആകുമ്പോൾ ഒരു ക്ലിയർ ഇല്ലാത്ത പോലെ ഉണ്ടാവും. എന്നിട്ട് എൻ്റെ കൈ കഴുകാം. ഓക്കെ. അപ്പോൾ ഇതാ എല്ലാം കൂട്ട് ഞാൻ റെഡിയാക്കി. ഇനി ഇതിൻ്റെ അകത്ത് കാരമൽ ചെയ്ത് പഞ്ചസാര ഒഴിച്ചു കൊടുക്കട്ടെ. എന്നാൽ മാത്രമല്ലേ ഇതിന് കളറ് വരും നമുക്ക്. ഇല്ലെങ്കിൽ കേക്കിന് കളർ ഉണ്ടാവില്ലല്ലോ. അതും ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മളെ ബദാം ഉണ്ടല്ലോ, ബദാമിനെ കൊണ്ടാണല്ലോ കേക്ക് ആക്കുന്നത്. ഈ ബദാം പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കേക്കിൽ നിന്ന് കടിക്കാൻ ബദാമും ഉണ്ടാവും. എന്നിട്ടെല്ലാം കൂടി മിക്സ് ചെയ്യട്ടെ. എല്ലാം കൂടി മിക്സ് ചെയ്യാം നമുക്ക്. നമ്മളെ ബദാം കേക്കിൻ്റെ മിക്സ് ഇതാ ഇവിടെ ഏകദേശം റെഡിയായിരിക്കുകയാണ്. നമുക്കൊരു കേക്ക് ടിന്നിലേക്ക് മാറ്റണം ഇതിനെ. എന്നിട്ട് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ വെച്ചിട്ടുണ്ട് പാത്രം. ആ പാത്രത്തിലേക്ക് നമുക്ക് എടുത്തു വെക്കണം. അപ്പം ഞാനിതാ ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒഴിച്ച് ഇനി നമുക്ക് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ബബിൾസ് എല്ലാം പോകാൻ ഞാനിതാ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ബദാമിൻ്റെ മേലെ നിരത്തി വെക്കണം. ബദാം കേക്കാണല്ലോ, അതുകൊണ്ട് ബദാമാണ് ഇനി ഉള്ളത്. വേറെ മുന്തിരി അണ്ടിപ്പരിപ്പ് അതൊന്നും ഇടുന്നില്ല, ബദാം മാത്രം. അതാണ് നമ്മളെ ഇതിലെ താരം. ബദാം കേക്ക് ആയതുകൊണ്ടാണ് ബദാം മാത്രം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ബദാം എല്ലാം ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കെന്നിട്ട് സമയം നോക്കാം, എത്ര സമയം വരെയാണിത് ബേക്ക് ചെയ്യാനാവുന്നു എന്നുള്ളത്. എല്ലാം ഇട്ട് ഇനി ഞാനത് അടുപ്പത്ത് എടുത്ത് വെക്കാം. അപ്പോൾ ഞാനിത് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ച പാത്രം ഇതിലേക്കാണ് ഞാനിതിനെ ഇറക്കി വെക്കുന്നത്. ഓക്കെ, വെച്ചു. അപ്പോൾ ഇനി അടച്ചു വെക്കാം. അതവിടുന്ന് അങ്ങനെ ആവട്ടെ. ഇനി ആയിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഞാനൊന്ന് നോക്കട്ടെ എൻ്റെ ബദാം കേക്ക് വെന്തോന്ന്. വെന്തു, നല്ല കണ്ടീഷനായിട്ടൊന്നും പറ്റി പിടിക്കുന്നൊന്നുമില്ല. അപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഇനി ഓഫാക്കാം. ഗ്യാസ് ഓഫാക്കി നല്ല
കണ്ടീഷനായിട്ട് ആയിട്ടുണ്ട്. ഒന്നും പറയാനില്ല. ഗ്യാസ് ഓഫാക്കി. ഇനി ഞാൻ എടുത്ത് വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഗൈസ്, എൻ്റെ കേക്ക് ഇതാ ഇവിടെ ആയിട്ടുണ്ട്. നല്ല കണ്ടീഷനായിട്ട് ഇതാ നല്ല സോഫ്റ്റ് കേക്കാന്ന്, ഒന്നും പറയാനില്ല. ഇതിപ്പോൾ ചൂടുണ്ട്, അതുകൊണ്ട് ഇപ്പം മുട്ടാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അത് ഷോർട്ട്സായിട്ട് ഇടുന്നതായിരിക്കും. എൻ്റെ ഇത് ചൂടായതുകൊണ്ട് എനിക്ക് നിങ്ങളെ എടുത്തിട്ടും അങ്ങനെ ഇതാക്കി കാണിച്ചതാ, കണ്ടില്ലേ. അപ്പോൾ വീണ്ടും നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ ബദാം കേക്ക് ഇതാ ഇവിടെ റെഡി ആയിരിക്കുകയാണ്, കണ്ടല്ലോ. സൂപ്പർ കേക്കാണ്. അപ്പോൾ ഞാൻ അത് പ്ലേറ്റിൽ തട്ടിയിട്ട് തന്നിട്ടാകുമ്പോഴേ നമുക്കത് എടുക്കാൻ പറ്റൂ. അപ്പോൾ എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കേ, ബൈ.